നമ്മുടെ MS ചാനലിലേക്ക് പുതിയൊരു വീഡിയോ ആക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് വിജയുടെ ഫ്ലോപ്പായിട്ടുള്ള സിനിമ എന്ന് വെച്ചാൽ വിജയുടെ പൊട്ടി സിനിമകൾ എന്ന് വെച്ചാൽ വിജയുടെ ഫ്ലോപ്പായിട്ടുള്ള സിനിമകളാണ് നമ്മൾ നോക്കാൻ വന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് തന്നെ നമ്മുടെ മറ്റേ പുലിയാണ്. ഈ പുലി എന്ന സിനിമ നമ്മുടെ 300 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. 300 കോടിക്ക് പുലി എന്ന സിനിമ ഫ്ലോപ്പായിരിക്കുന്നു. അപ്പം അടുത്ത പോസ്റ്ററിലേക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കത്തിയാണ്. കത്തി എന്ന് പറയുന്നത് പൊട്ടിയ സിനിമയാണ്. 100 കോടിക്ക് പൊട്ടിയ സിനിമയാണ്. കത്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഭൂരിപക്ഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ സിനിമാ മേഖലയിൽ അത് പൊട്ടി സിനിമ തന്നെയാണ്. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ നമ്മുടെ തുപ്പാക്കിയാണ്. തുപ്പാക്കി എന്ന് പറഞ്ഞാൽ ഇത് ഒരു 150 കോടിക്ക് പൊട്ടിയ സിനിമയാണ്. 151 കോടിക്ക് പൊട്ടിയ സിനിമയാണ്. ഇത് അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. എല്ലാവർക്കും ഫാമിലി വാച്ചിങ് ആണ്. നല്ല ക്രൈം സീൻസും നല്ല ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകൾ തന്നെയാണ് തുപ്പാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ബീസ്റ്റ്. ബീസ്റ്റ് 200 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. ബീസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരു സിനിമ തന്നെയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. പക്ഷേ ചിലവർക്ക് സിനിമാ മേഖലയിൽ ഇത് ഫ്ലോപ്പായ സിനിമ തന്നെയാണ് ബീസ്റ്റ്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിൽ വിജയൻ്റെ ഒരു പഴയ സിനിമയാണ് തേൻ കുരുവി എന്നാണ് ഇതിൻ്റെ സിനിമയുടെ പേര്. പിന്നെ നമ്മുടെ മലയാള നടന്മാർ ഭാവന, ശോഭന എല്ലാവരും ഉണ്ട്. ഇത് വിജയുടെ 100ാമത്തെ സിനിമയാണ്. അതുകൊണ്ടാണ് ഇത് വെറും 50 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. ഇത് വലിയ കളക്ഷൻസ്. ഇത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഈ വിജയുടെ ഈ സിനിമ തേൻകുരുവി എന്ന് പറയുന്ന ഈ സിനിമ ആർക്കും തന്നെ ഭൂരിപക്ഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ യൂട്യൂബിലൊക്കെ വളരെയധികം റീച്ചും കാര്യങ്ങളും വ്യൂവേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇട്ടപ്പോൾ ചാനലിട്ടപ്പോൾ തീരെ ആൾക്കാരൊന്നും കാണാൻ വന്നില്ല. പിന്നെ തിയേറ്ററിലാണ് ആദ്യമായിട്ട് ഇട്ടത്. ഇട്ടപ്പോഴൊന്നും ആരും മര്യാദയ്ക്കൊന്നും കാണാനൊന്നും വന്നില്ല. അങ്ങനെയാണ് പൊട്ടിയത്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോയിലാണ് വിജയുടെ പയ്യ കാലത്തുള്ള സിനിമ തന്നെയാണ് നിനക്ക് നീ നിനക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഏകദേശം 40 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. ഈ സിനിമയും അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. 40 കോടിക്ക് പൊട്ടിയ ഫ്ലോപ്പായ സിനിമയാണിത്. അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ നമ്മുടെ വെട്ടന്മാരൻ തന്നെയാണ്. ഇതും അധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വിജയുടെ ഒരു ത്രിബിൾ റോളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു ഫാമിലി വാച്ചിങ് മസ്റ്റ് മൂവി തന്നെയാണ്. പക്ഷേ പൊട്ടിയതാണ്. ഇത് എത്ര കോടിക്കാണെന്ന് പറഞ്ഞത് ഇത് 500 കോടിക്ക് 600 സോറി ഇത് ഏകദേശം 200 കോടിക്ക് തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് വെട്ടന്മാരൻ. അടുത്ത ഫോട്ടോയിലേക്ക് പോകും. അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്നത് നമ്മുടെ ഓക്കെ ഗൈസ്, നമ്മളെ വാരിസു സിനിമയാണ്. ഇത് അത്യാവശ്യം മസ്റ്റ് മൂവി വാച്ചിങ് ആണ്. അത് നല്ല വിജയുടെ ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടൊക്കെയാണ്. ഇത് ഏകദേശം 100 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. ഈ സിനിമ എല്ലാം നമ്മുടെ കേൾക്കുമ്പോൾ 200, 100, 500 കോടിക്കൊക്കെയാണ്. പക്ഷേ ഇത് സിനിമാ മേഖലയിൽ പൊട്ടിയ സിനിമ തന്നെയാണ്. അടുത്ത ഫോട്ടോയിലേക്ക് പോകും. അടുത്ത ഫോട്ടോ നമ്മുടെ ജില്ലാ മൂവിയാണ്. ജില്ലാ മൂവി നമ്മുടെ മോഹൻലാലാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാന നായകനെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ വിജയ് ഇതിൻ്റെ അകത്ത് ഓവർ ആക്ടിങ് കാര്യങ്ങളും ഒക്കെയാണ്. ഇത് വിജയ് ഫാൻസിന് കുറച്ച് കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനും ഒറിജിനൽ വിജയ് ഫാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഉള്ള കാര്യം എടുത്ത് പറയേണ്ട ആവശ്യം തന്നെ ഉണ്ടല്ലോ. അത് നമുക്ക് ജില്ല പൊട്ടി സിനിമയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകും. അടുത്ത ഫോട്ടോ കാണിക്കുന്നത് നമ്മുടെ ബിഗളാണ്. ഇതും അത്യാവശ്യം നല്ല മസ്റ്റ് വാച്ചിങ്ങാണ്. നമ്മുടെ വിജയ് ഫോർ ഇതായിട്ട് വരുന്ന ഇതാണ്. 4th റോളിലായിട്ട് 4 ആൾക്കാരായിട്ടാണ് അഭിനയിക്കുന്നത്. ഒന്ന് വിജയുടെ അച്ഛന്, പിന്നെ ഒന്ന് വിജയ് മാസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്, ഫുട്ബോൾ കോച്ച്, പിന്നെ ഫുട്ബോളർ, പിന്നെ ഫുട്ബോളിൻ്റെ ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കുന്നതാണ്. ഇത് ഏകദേശം 100 കോടിയാണ് പൊട്ടിയിരിക്കുന്നത് ബിഗിള്. അടുത്ത ഫോട്ടോയിലേക്ക് പോവുകയാണെങ്കിൽ കസിൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. അത് മലയാളത്തിൻ്റെ റീമേക്കാണ്. മലയാളത്തിൽ കസിൻസ് അല്ല, ക്ഷമിക്കണം, ഫ്രണ്ട്സ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഫ്രണ്ട്സ് ഈ സിനിമ മലയാളത്തിൻ്റെ റീമേക്കാണ്. റീമേക്ക് എന്ന് പറയുന്നത് ഇത് ഏകദേശം 50 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സൈഡിൽ നോക്കിയാൽ എല്ലാവർക്കും കാണാം. ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരോ സിനിമയുടെ നെയിം, പിന്നെ അതിൻ്റെ പൊട്ടിയ സിനിമകൾ. അപ്പം ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഇത് 100 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് പോകും.
അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുവി എന്ന് പറയുന്നൊരു സിനിമയാണ്, വിജയുടെ കുരുവി. എല്ലാവരും അത്യാവശ്യം നല്ലൊരു മസ്റ്റ് മൂവി വാച്ചിങ്ങനെയാണ്. ഇത് ഏകദേശം 200 കോടിക്കാണ് പൊട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷേ അധികം തമിഴ്നാട്ടിലുള്ള കൂടുതൽ ആൾക്കാരും ഇത് ഒഴിവാക്കിയൊരു സിനിമയാണ്, അതുകൊണ്ടാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.